ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള ആകാശപാതയുടെ താഴത്താണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി കസിൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണണം. അപ്പോൾ അതേ അവിടേക്ക് എത്തണം, ഇപ്പം നടന്നെത്തണം. പിന്നെ അതേ ആ കാണുന്നതാണ് അമ്പലം കേട്ടോ. എന്നാണെങ്കിൽ ഒടുക്കത്തെ തിരക്കുണ്ട്. പൂരം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒടുക്കത്തെ തിരക്കാണ്. ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ടൈം എന്ന് പറയുകയാണെങ്കിൽ കുടമാറ്റത്തിൻ്റെ ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് എത്തണം നമുക്ക്. അപ്പോഴാണ് നല്ല പോലെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ. ഗായ്സ്, അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല തിരക്കാട്ടോ. ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ കുത്തി തിരക്കി വേണം എനിക്ക് അങ്ങോട്ട് എത്തിക്കാനായിട്ട്. ഇതേ കണ്ടില്ലേ, നല്ല തിരക്കാണ് കേട്ടോ. എൻ്റെ ഓരോരുത്തരുടെ കയ്യും കാലൊക്കെ എൻ്റെ കഴുത്തിനും തലമേ കയറ്റിയിരിക്കണം കേട്ടോ. അപ്പം എങ്ങനെ ഗായ്സ്, അങ്ങനത്തെ കുടമാറ്റം കഴിഞ്ഞു. പിന്നെ ആനോളൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറ്റിക്കലായിരുന്നു, അങ്ങോട്ട് നടത്തിക്കലായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുടമാറ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഗായ്സ്, പിന്നെ കണ്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് ആ ചേട്ടൻ്റെ കൈയൊക്കെ മുറിച്ച് എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കണ്ട ദേഹത്തൊക്കെ ബ്ലഡാണ് കേട്ടോ, ആളുടെ നിറച്ച ബ്ലഡാണ്. കണ്ട ആ ഷീറ്റ് എടുത്തിട്ട് ആൾ കൈമിക്കൊക്കെ ആക്കി കാണിച്ചു തരാണ്. കണ്ടില്ലേ, ബ്ലഡാട്ടാ. പിന്നെ കണ്ടത് നല്ലൊരു കുളിസീനാട്ടാ, ആനയുടെ കുളിസീനായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് ആനതേ പോകാൻ കേട്ടോ. അത് സൂപ്പറായിരുന്നു കേട്ടോ, ആന കുളിയൊക്കെ കാണാനായിട്ട്. എനിക്ക് ഫുൾ ആ വീഡിയോ എൻ്റെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു നമ്മുടെ ഭാഗത്ത്. പിന്നെ കണ്ടത് ആ റൗണ്ടിൻ്റെ ചുറ്റും നിറച്ച് കൈനോട്ടക്കാരായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, ഇഷ്ടം പോലെ കൈനോട്ടക്കാരായിരുന്നു. ഞങ്ങളൊക്കെ വിളിക്കായിരുന്നു. ആ ഗ്രീൻ കളർ ബോക്സിൽ കാണുന്നതൊക്കെ ഓരോരോ തത്തമ്മോളാണ്. അപ്പോൾ എല്ലാവരും വിളിച്ച് അവർ കൈ നോക്കി തരാമെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നടക്കാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കസിൻസൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ തപ്പി ലാസ്റ്റ് കസിൻസിനൊക്കെ കിട്ടി. അങ്ങനെ പൂരത്തിൻ്റെ എക്സിബിഷനിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതാണ് എൻട്രി കാണുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് തന്നെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കണ്ടത് നമ്മുടെ ഫിഷ് ഷോള്, ഒരുപാട് ഫൈറ്റർ ഫിഷ് ഷോള്, പിന്നെ അതേപോലെ ഗോൾഡൻ ഫിഷ്, കാർപ്പ്, അങ്ങനത്തെ മൂളി ഐറ്റംസ് കുറേ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഒരുപാട് ഫിഷ് ഷോൾ വെച്ചിട്ടുണ്ട്, ടെട്രയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിഷിൻ്റെ ഫുഡ് ഐറ്റംസ്. പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് കണ്ടിട്ടുള്ളത് ഒരു വാട്ടർഫോൾസ്, അതിൻ്റെ അടിയിൽ താറാവോള്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു വീടൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഫുള്ള് കോഴികൾ, അതായത് നമ്മുടെ നാട്ടിലത്തെ കോഴികളല്ല, ഒരുപാട് വെറൈറ്റി കോഴികളുണ്ട്. പിന്നെ മുയൽ, ഇനിപ്പന്നികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവരതിനൊക്കെ കാണാനൊക്കെ ആയിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. ഉണ്ടല്ലേ, ഒരുപാടുണ്ട് ഇവിടെയൊക്കെ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളാണ് കോഴികളുടെ.
പിന്നെ കാണുന്നത് ഇതേ കണ്ടില്ലേ നമ്മുടെ അമ്പലം, അതിൻ്റെ മിനിയേച്ചർ ആർട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉൾഭാഗം എങ്ങനെയാണോ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗം നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കൂടി കളിക്കാനുള്ള യന്ത്രഊഞ്ഞാൽ അങ്ങനത്തെ ഓരോരോ ഐറ്റംസ് അവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ കണ്ട് എല്ലാ അവസാനം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എല്ലാവർക്കും നല്ലപോലെ വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, എല്ലാവരും ടയേർഡാണ്. ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടെത്തണം. അങ്ങനെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടാണ്. നല്ല പീസുകളൊക്കെ ആയിട്ട് നല്ല ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനിയിപ്പോൾ വെടിക്കെട്ട് കാണാനായിട്ടാണ് വെയിറ്റ് ചെയ്യണത് എല്ലാവരും. അപ്പോൾ ഒരുപാട് നേരമായി. ഞങ്ങൾ പുലർച്ചെ 3:30 പൊട്ടിക്കുമെന്ന് പറഞ്ഞ വെടിക്കെട്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് മാറ്റി, സമയം മാറ്റി, പകലാക്കി. പകലൊരു 7-7:15 പൊട്ടിച്ചത്. അങ്ങനത്തെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിട്ടാൽ വേണ്ടി ഇനിയിപ്പോൾ പാലക്കാടേക്ക് എനിക്ക് ബസ് കയറണം. അപ്പോൾ കസിൻസൊക്കെ ആ ഒരു വീടുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതേ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.